ഹല്ലേലൂയ. പല നിറങ്ങളുടെ ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. സ്തോത്രം. നിറങ്ങളുടെ പിന്നാലെയാണ് ലോകം പോകുന്നത്. പ്രായമേതായാലും പ്രായ വ്യത്യാസങ്ങൾ കൂടാതെ എല്ലാവരും നിറത്തിന്റെ പിന്നാലെയാണ്. ആ നിറത്തിന്റെ കൂട്ടിലൂടെയാണ് ജനം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ലോകത്ത് ഈ നിറമല്ല, ഇത് മായയാണ്, ഇത് താൽക്കാലികമാണ്. ഈ നിറം ചാർത്തി നിൽക്കുന്നത് അത് ശരിയല്ല. യഥാർത്ഥ സത്യം ഉണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഈ യോഗം ക്രമീകരിച്ചതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മറ്റൊന്ന്, അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നെ സ്വാധീനിച്ചത് മറ്റൊന്നുമല്ല, ഇത് സിൻഫുൾ വേൾഡ് ആണ്. ഇത് പാപം കൊണ്ട് നിറഞ്ഞ ലോകമാണ്. ഹല്ലേലൂയ. മയക്കുമരുന്നിന്, മദ്യത്തിന്, അരാജകത്തിന്, ലൈംഗികതയുടെ അരാജകത്വങ്ങൾ കൊണ്ട്, തിന്മയുടെ വേരോട്ടങ്ങൾ കൊണ്ട്, അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ആത്മഹത്യ കൊണ്ട് പെരുകിയിരിക്കുന്ന, സമാധാനമില്ലാത്ത, എപ്പോഴും എവിടെയും ജീവിതം സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത ആ പാപത്തിന്റെ വല്ലാത്ത സ്വാധീനമുള്ള ഈ ലോകത്ത് പാപത്തിൽ നിന്ന് തന്നെ ജനം ഒഴിഞ്ഞിരിക്കാൻ, പാപത്തെ വിടേണ്ടെന്ന് ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരുക്കപ്പെട്ട ഈ യോഗങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയാണ്, കർത്താവിൽ മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമുക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. മറ്റൊന്നുമല്ല, ഈ ലോകത്ത് ഞാൻ ആയിരിക്കുമ്പോൾ മലിനതകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ, അഴിമതികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ, മാലിന്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ, അനുരഞ്ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ, ഇന്നത്തെ മായകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ, ഇന്നത്തെ ഈ പാപത്തിന്റെ വല്ലാത്ത സ്വാധീനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നമ്മെ ഒരുക്കിയെടുത്ത സർവശക്തനായ ദൈവത്തിന് ഈ രാവിലെ കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സ്നേഹത്തിനായി, ദൈവത്തിന്റെ കരുതലുകൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ദൈവം എത്ര നല്ലവനാണ്, എത്ര നല്ലവനാണ് പ്രിയരെ. ഞാൻ ഇതിന്റെ പ്രത്യേകതകളെ ദൈവവചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച് വേഗത്തിന്റെ വാക്കുകളെ വചനത്തിന്റെ പ്രാധാന്യതയെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവമുമ്പാകെ ഇരിക്കാനാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ. അതിനാധാരമായി എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം ഒന്ന് വായിക്കാനായിട്ട് കഴിയുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഉറക്കെ ആ വചനം ഒന്ന് എടുത്ത് വായിക്കാൻ ഇടയാകട്ടെ. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ തുറന്ന് വചനങ്ങളെ കണ്ട് വായിക്കുമ്പോൾ ശബ്ദം ഉയർത്തി വായിച്ചു.